ഓ ശ്രീനാരായണ പരമഗുരവേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ 99ാമത് മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും മഹോത്സവ ആശംസകളും നേരുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 927 ജൂൺ 25 മലയാള മാസം 1102 മിഥുനം 11 ഒരു ശനിയാഴ്ച ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് രൂപം നൽകി. ഈ പ്രതിഷ്ഠയ്ക്ക് 2-3 പ്രാധാന്യങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും ഈ ക്ഷേത്രത്തിൻ്റെ ശില്പിയും ഈ ക്ഷേത്രത്തിന് പ്രാണനും നൽകിയത് ഒരാളാണ് എന്ന് നാം തിരിച്ചറിയും. അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ്. അതിനൊരു കാരണമുണ്ട്. 1101 ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള CK അച്യുതനും കൃഷ്ണനുമൊക്കെ ഈ ഭൂമി വാങ്ങിക്കുമ്പോൾ തങ്ങൾ കണ്ടിട്ടില്ലാത്ത, തങ്ങൾ കേട്ടിട്ടില്ലാത്ത നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പേരിലാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ പൂർവികരുടെ ആ ദീർഘവീക്ഷണം, 81 സെൻറ്റ് സ്ഥലം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പേരിൽ വാങ്ങിച്ച ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ ഭഗവാൻ തന്നെ വന്നുകൊണ്ട് ഭഗവാൻ ഇവിടെ എത്തി. മിഥുനം 9-ാം തീയതി എത്തി. മിഥുനം 11-ാം തീയതി ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഭഗവാൻ അകത്തിരിക്കുന്ന കണ്ണാടിയിൽ ഓമെന്ന് ചുരുണ്ടിയെടുത്ത് ഭഗവാൻ ചന്ദനം ചാലിച്ച് ചാർത്തി ഭഗവാന്റെ പ്രാണനെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ അർപ്പിച്ചു പോയിട്ടുള്ളത് എന്ന് നാം പറയുന്നത് മറ്റൊന്നുമല്ല. ഭഗവാൻ ഈ പ്രതിഷ്ഠ നടത്തി ഇറങ്ങുമ്പോൾ നമ്മുടെ ഭക്തരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഇവിടെ എത്തുമ്പോൾ ഭഗവാൻ വെട്ടി വിയർത്ത് അവശനായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുവാൻ സാധിച്ചത്.